എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് നമ്മൾ എക്സൽ ബേസിക്സ് എന്ന വീഡിയോ സീരീസിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. നേരത്തെ നമ്മൾ എക്സലിൻ്റെ ഇൻട്രൊഡക്ഷനും ചില കാര്യങ്ങളും പാർട്ട് 1 നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. പാർട്ട് 1 ഒന്ന് കണ്ടതിന് ശേഷം ഇത് കാണുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇന്ന് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്യുന്നത് റേഞ്ച്, അതായത് എക്സലിൽ നമ്മൾ പലപ്പോഴും മെൻഷൻ ചെയ്യപ്പെടുന്ന ഒരു വാക്കാണ് റേഞ്ച് എന്നത്. എന്താണ് റേഞ്ച്? ഒരു ഗ്രൂപ്പ് ഓഫ് സെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റേഞ്ച് എന്ന് പറഞ്ഞിട്ട്. ഈ റേഞ്ച് എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്? നമ്മൾക്ക് ആവശ്യമുള്ള റേഞ്ചിൻ്റെ ആദ്യത്തെ സെല്ല് തുടങ്ങി ഡ്രാഗ് ചെയ്തിട്ട് താഴോട്ടോ വലത്തോട്ടോ അതല്ല ഇടത്തോട്ടോ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യപ്പെടുന്ന ആ സെല്ലുകളാണ് റേഞ്ച് എന്നറിയപ്പെടുന്നത്. ഈ റേഞ്ചിന്, സെല്ലിന് ഒരു പേരുണ്ട്. നേരത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞല്ലോ. ഇപ്പോൾ ഈ E4 എന്നൊക്കെ പറയുന്നത് പോലെ റേഞ്ചിന് ഒരു റെഫറൻസ് ഉണ്ടാവും. റേഞ്ചിനും ഒരു പേര് പോലെ ഒരു റെഫറൻസ് നമ്മൾ കൊടുക്കും. എങ്ങനെയാണ് ആ റെഫറൻസ് പറയുക? ഈ ഒരു സെല്ല്, അതായത് ഈ റേഞ്ചിലെ ആദ്യത്തെ സെല്ലും ആ റേഞ്ചിലെ ഏറ്റവും അവസാനത്തെ സെല്ലും, ഈ രണ്ട് സെല്ലുകളുടെ അഡ്രസ്സുകളെ ഒരു കോളൻ ഉപയോഗിച്ച് വേർതിരിച്ച് പറയുന്നതാണ് ഈ റേഞ്ച് റെഫറൻസ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഈ കാണുന്ന റേഞ്ച് എന്ന് പറയുന്നത് F3 J13 എന്നിങ്ങനെയാണ്. അത് എങ്ങനെയാണ് നമ്മൾ എഴുതുക? F3 J13 ഈ രീതിയിലാണ് എഴുതുക. F3 J13 ഈ ഒരു റേഞ്ചിനെ നമ്മൾ പറയുന്നതാണ്. നമ്മൾക്ക് ഈ റേഞ്ച് സെലക്ട് ചെയ്യാൻ ഡ്രാഗ് ചെയ്യാതെ വേണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ സെല്ല് റേഞ്ച് സെലക്ട് ചെയ്തതിന് ശേഷം ബോട്ടം ആരോ കീ, റൈറ്റ് ആരോ കീ എന്നിങ്ങനെ ഉപയോഗിച്ചും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഈ റേഞ്ചുകൾ എന്ന് പറയുന്നത് നമ്മൾക്ക് പലപ്പോഴും ഫോർമുലകളിൽ കോഡിംഗ് ചെയ്യുമ്പോൾ എല്ലാത്തിനും ആവശ്യമായി വരുന്നൊരു വസ്തുതയാണ് ഈ റേഞ്ച് എന്ന് പറയുന്നത്. ഈ സെല്ലുകളിലൊക്കെ നമ്മളിപ്പോൾ റേഞ്ചിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഈ സെല്ലിൻ്റെ ചില ക്യാരക്ടറിസ്റ്റിക്സ് പറയുമ്പോൾ സെല്ലുകൾക്ക് എക്സലിൽ ഡീഫാൾട്ടായിട്ടുള്ള ഒരു സൈസ് ഉണ്ട്. നിങ്ങൾ ഈ കാണുന്ന സൈസാണ്. ഇത് ഞാൻ കുറച്ച് സൂം ചെയ്ത് വെച്ചതുകൊണ്ട് വലുതായിട്ട് തോന്നാം. ഇതാണ് ഡിഫാൾട്ടായിട്ടുള്ള സൈസ്. നമ്മളിപ്പോൾ ഒരു വാചകം ഇതിൽ എഴുതുകയാണ് എന്ന് കരുതുക. ഹായ്, ഞാനിവിടെ ഒരു സെൻറ്റൻസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഹായ്, പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇവിടെ ഈ F3യിൽ നിന്ന് തുടങ്ങിയെങ്കിലും ഇത് മറ്റ് സെല്ലിലൊക്കെ കയറി H വരെ ഏകദേശം എത്തി നിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്കൊരു സംശയം ഉണ്ടായേക്കാം, ഇത് ഏതൊക്കെ സെല്ലിലാണ് അണ്ടർലൈങ് ആയി കിടക്കുന്നതെന്ന്. അതായത് GH ഇതിൽ ഇൻവോൾവ് ആണോ? എന്നാൽ ഈ GH എന്ന് പറയുന്നതിൽ ഇതിന് യാതൊരു ബന്ധവുമില്ലാതെയാണ് ഈ സെൻറ്റൻസ് കിടക്കുന്നത്. ഈ സെൻറ്റൻസ് എപ്പോഴും ഈ ഒരു സെല്ലിൽ മാത്രമാണുള്ളത്. F3 എന്ന സെല്ലിലാണുള്ളത്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഫോർമുല ബാറിൽ നോക്കുക, ഈ G3യിൽ ഒന്നുമില്ല, Hലും ഒന്നുമില്ല. പക്ഷേ F3 നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഫുൾ സെൻറ്റൻസ് ഇവിടെയാണ് ഉള്ളത്. ഇനി ഇതിനെ ഒരു സെല്ലിലേക്ക് നമ്മൾക്ക് ഉൾക്കൊള്ളിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ചെയ്യാവുന്നത്, ഒന്ന് ഈ ഒരു സെല്ലിൻ്റെ, അതായത് F3 എന്ന സെല്ലിൻ്റെ സൈസ് ഈ ഒരു സെൻറ്റൻസിനനുസരിച്ച് വലുതായി കൊടുക്കണം. അതിന് നമുക്ക് ഒന്നുകിൽ നമുക്ക് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്തിട്ട് വലുതാക്കാം. അതല്ല എങ്കിൽ ഈ ഒരു പോർഷനിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ ഈ ഐക്കൺ, മൗസ് ഐക്കൺ ചേഞ്ച് ആവുന്നത്, ഇവിടെ വച്ചിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഈ സെൻറ്റൻസിൻ്റെ സൈസിന് കറക്റ്റായിട്ട് ഈ സെൽ സൈസ് അലൈൻ ചെയ്ത് കൊടുക്കുന്നതാണ്. ഇനി ഇത് നമ്മൾക്ക് ഒന്ന് റോ വൈസ് ഫിറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു സെൻറ്റൻസിനെ റോ വൈസ് ഫിറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മൾക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുക്കാം. പക്ഷേ അപ്പോഴും ഇത് ഈ സെല്ലിൽ ഓവർലേ ആയി കിടക്കുകയാണ് ചെയ്യുക. അതിന് നമ്മൾക്കിവിടെ റാപ്പ് ടെക്സ്റ്റ് എന്ന ഒരു ഐക്കൺ കാണാം. റാപ്പ് ടെക്സ്റ്റ് ഇത് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെല്ല് ഈ റോയ്ക്ക് അടിസ്ഥാനമാക്കി റീഅലൈൻ ചെയ്യപ്പെടുന്നതാണ്. പലപ്പോഴും നമ്മൾ ഈ റോയ്ക്ക് അടിസ്ഥാനമാക്കി ചെയ്യാൻ ചില സമയത്ത് ഇങ്ങനെ കാണാറുണ്ട്.
അതായത് ഈ സെൻറ്റൻസ് ഫുള്ളായിട്ട് ഈ റോയിൽ ഡിസ്പ്ലേ ചെയ്യാത്ത ഒരവസ്ഥ പലപ്പോഴും കാണാറുണ്ട്. വലിയ സെൻറ്റൻസ് ഒക്കെ ആവുകയും ഇതിൻ്റെ റോ എടുത്ത് കറക്റ്റായിട്ട് വരാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു പാർട്ട് ഓഫ് ദി സെൻറ്റൻസ് മാത്രമാണ് നമുക്ക് ഡിസ്പ്ലേ ആവുക. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ബോട്ടം ലൈനിൽ പോയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ റോ ഈ ഒരു സെൻറ്റൻസിനെ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് തരുന്നതാണ്. ഈ എക്സലുകൾ നമ്മൾ പലവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ മൗസിൻ്റെ റൈറ്റ് ക്ലിക്ക് എന്ന ഒരു ഓപ്ഷൻ പലപ്പോഴും യൂസ് ചെയ്യാൻ വരാറുണ്ട്. ഈ റൈറ്റ് ക്ലിക്കിൽ എന്തൊക്കെയാണുള്ളത്? നമ്മൾക്കറിയാം ഇത് കോളം ഹെഡേഴ്സ് ആണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ കോളം ഹെഡറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ കോളത്തിൻ്റെ പാരാമീറ്റേഴ്സ് പലവിധ വിധത്തിലുള്ള നമ്മൾക്ക് ഉപയോഗപ്പെടുത്തുന്ന പല സംഭവങ്ങളും ഇവിടെ എഴുതി കാണിക്കും. നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കോളത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം. കട്ട്, കോപ്പി, പേസ്റ്റ്, സ്പെഷ്യൽസ്, ഡിലീറ്റ്, ഇങ്ങനെ തുടങ്ങി പല കാര്യങ്ങളാണ്. അതേസമയം നമ്മൾ അത് കുറച്ച് മാറി സെല്ലിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ സെൽ ഓപ്ഷൻസ് ആണ് അതിൽ കാണിക്കുക. അതിലും പലവിധ പാരാമീറ്റേഴ്സും നമ്മൾക്ക് വർക്ക് ചെയ്യുമ്പോൾ ഉപയോഗിക്കാനായിട്ടുള്ളതാണ്. ഇനി നമ്മൾ നോക്കുന്നത് ഇവിടെ ഒരു എക്സൽ മെനു ബോർഡ് കാണാം. ഇതിന് നമ്മൾ പറയുന്നത് റിബൺ എന്നാണ്. ഇത്രയും ഏരിയക്ക് നമ്മൾ പറയുന്നത് റിബൺ എന്നാണ്. ഈ റിബണുകളിൽ ഓരോ ടാബുകളിലായിട്ട് കുറേയേറെ ഐറ്റങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇവിടെ ഹോം ടാബ്, ഇൻസേർട്ട് ടാബ്, പേജ് ലേഔട്ട്, അങ്ങനെ ഓരോന്നിനും അതിൻ്റേതായ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന ടൂളുകളാണ് അടങ്ങിയിരിക്കുന്നത്. ഈ ടാബുകൾ നമ്മൾ മാറി മാറി ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ച് നമ്മൾക്ക് ഉപയോഗിക്കാനുള്ള മെനു ഓപ്ഷൻസും മാറിക്കൊണ്ടിരിക്കും. പലപ്പോഴും നമ്മൾക്ക് ഒരു ടൂള് നമ്മൾക്ക് ആവശ്യമുള്ള ടൂളുകൾ നമ്മൾ സെലക്ട് ചെയ്യേണ്ടി വരുമ്പോൾ അത് ഏതാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ, അത്ര പരിചയമില്ലാത്തവരാണെങ്കിൽ നമ്മൾക്കിങ്ങനെ ഈ ഐക്കണുകളുടെ ഓരോന്നിൻ്റെയും ടൂളുകൾ കാണിച്ചിരിക്കുന്ന അതിൻ്റെ മുകളിലായിട്ട് ഈ മൗസ് ക്ലിക്ക് ചെയ്യാതെ ഹോവർ ചെയ്ത് വെച്ചാൽ അതിൻ്റെ മുകളിലൂടെ ഓടിച്ചു കഴിഞ്ഞാൽ ആ മെനുവിൽ ഉൾക്കൊള്ളുന്നതിൻ്റെ ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ നമുക്ക് കാണാം. ആ മെനുവിൽ ഉപയോഗിക്കാനുള്ള ഒരു ഓപ്ഷൻ മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ എങ്കിൽ അതിൻ്റെ ഷോർട്ട് കട്ട് കീയും കൂടി ആ ഓപ്ഷൻസിൻ്റെ ഷോർട്ട് ഡിസ്ക്രിപ്ഷനിൽ കാണിച്ചിരിക്കും. എക്സൽ ബേസിക്സിൻ്റെ പാർട്ട് 2 വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.